സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം, ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം, ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം, ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം, ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം, നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം, നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം, നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം, സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം, പാപഭാരമാകെ നീക്കും ധീരജീവിതം, സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം, പാപഭാരമാകെ നീക്കും ധീരജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം, ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം, ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
സർദീസിലെ സഭയുടെ ദൂതനുള്ള എഴുത്താണ് നാം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഖണ്ഡികയിൽ കാണുന്നത്. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. ആസിയയിലെ ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കുള്ള ആ ദൂത്, ഓരോ സഭകൾക്കുള്ള ദൂത് ഓരോ കാലയളവിനെ കുറിക്കുന്നതാണ്. ഓരോ കാലഘട്ടത്തിലുണ്ടായി ആവശ്യമായിരിക്കുന്നതായ ആത്മാവിൻ്റെ ദൂതുകളാണ്. അതുപോലെ തന്നെ എല്ലാ കാലത്തുമുള്ള എല്ലാ വിശ്വാസികൾക്കും ബാധിക്കുന്നതായ ദൂതുകളാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം ഒന്നുകൂടെ വായിക്കും. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേര് ഉണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നിൻ്റെ പ്രവൃത്തി ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പ്രവൃത്തികൾ, നിൻ്റെ ചിന്താഗതികൾ എല്ലാം അപൂർണമാണ്. ദൈവപ്രസാദത്തിന് ഒത്തവണ്ണം ആയിരുന്നില്ല. സർദീസ് സഭയോട് പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൻ്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. നീ അതുകൊണ്ട് ആകയാൽ ഉണർന്നുകൊള്ളുക. ചവറായി കിടക്കുകയാണ്, പക്ഷേ ഉണർന്നുകൊള്ളുക. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉണർവ് ആവശ്യമാണ്. ഒരു ഉണർവ്. എന്താണ് ഈ ഉണർവ് എന്ന് പറയുന്നത്? ഒരു ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ഒന്നുമല്ല. ഉണർവെന്ന് പറയുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ, പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ പുതിയ ടി വിയിലൊക്കെ വരുന്ന ചില പ്രസംഗങ്ങളൊക്കെ അങ്ങ് സ്റ്റേജിൽ കൂടി ഓടി കിടന്നുകൊണ്ട് ചിലർ തലയെ കൈ വയ്ക്കുന്നു, അല്ല തലയെ കൈ വെച്ച് വീഴാത്ത ഉന്തി വീഴിക്കുന്നു. ചില എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. വളരെ ദയനീയമാണ്. സുവിശേഷ ലോകം ഇന്ന് അധപ്പതിച്ച് പോയിരിക്കുന്നു. സുവിശേഷ ലോകം. ഉണരുക എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ഉണർവ് അതല്ല. ഉണർവ് പാപത്തെയോർത്തുള്ള ഏങ്ങലടികളാണ്. ഉണർവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി പാപങ്ങളെ ഓർത്ത് അനുഭവിക്കുകയാണ്. അതാണ് ഉണർവ്. ഉണർവെന്ന് പറയുന്നത് കുറേ ഒച്ചപ്പാടുണ്ടാക്കി വലിയ എല്ലാവരും കൂടെ കൈ കൊട്ടിക്കൊണ്ടിരിക്കുക, എല്ലാവരും കൈ ഉയർത്തിക്കൊണ്ടിരിക്കുക, അതൊന്നും അല്ല ഉണർവ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, കൈ ഉയർത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നെങ്കിൽ കൈ ഉയർത്തിങ്ങൾ നല്ലത് തന്നെ. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നില്ലെങ്കിൽ മനുഷ്യൻ പറഞ്ഞാൽ അവിടെ കേടുപറ്റും. ആ പറയുന്നയാൾക്കും കേടുപറ്റും, കേൾക്കുന്നവർക്കും ദോഷം വരും. അനേകർ ഇതെല്ലാം ഒരു മായക്കാഴ്ച പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയപ്പെടാതെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്താലോ അതെല്ലാം ശിക്ഷാർഹമായിരിക്കുകയും ചെയ്യും. ഇന്നുള്ള അനേകം സുവിശേഷ പ്രസംഗകർ സാക്ഷാ സുവിശേഷത്തിന് എതിരാളികളാണ്. നിർമ്മല സുവിശേഷത്തിന് എതിരാളികളാണ്. എന്താണ് സുവിശേഷം? ഇന്ന് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്, ഒരു ടി വിയിലൊക്കെ ചിലപ്പോൾ കാണാറുണ്ടല്ലോ, ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് രോഗസൗഖ്യം കൊടുക്കുക, കഴുത്ത് ഇടറിപ്പോയത് നേരെയാക്കി കൊടുക്കുക, നട്ടലിൻ്റെ വളവ് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ നടുവേദന മാറ്റി കൊടുക്കുക. ഇതൊക്കെയാണ് സുവിശേഷം എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തോന്നും, സാർ എന്താണ് അങ്ങനെ പറയുന്നത്? വേദന മാറി കിട്ടണ്ടേ? ശരിയാണ്, മാറി കിട്ടണം. പക്ഷേ ആദ്യം നീ ദൈവത്തിൻ്റെ വകയായി തീരണം. ദൈവത്തിൻ്റെ വകയായി തീരാതെ നിൻ്റെ കഴുത്തിൽ വേദന മാറിയാൽ എന്താ പ്രയോജനം? നാളെ നീ കടന്നു പോയാൽ നിത്യ അഗ്നിയിലേക്ക് പോകും. ദൈവത്തിൻ്റെ വകയായി തീരാതെ, യേശുക്രിസ്തുവിൻ്റെ ഉള്ളത്തിലേക്ക് വരാതെ നിനക്ക് രോഗം മാറിയാൽ, അല്ലെങ്കിൽ നിൻ്റെ ക്യാൻസർ മാറിയാൽ എന്താ പ്രയോജനം? നാളെ നീ നരകത്തിലേക്ക് പോകും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് പാപബോധം തരികയാണ്. നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ബോധം വരുത്തും, പാപബോധം തരുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഏങ്ങലടികളാണ്. വെയിൽസിൽ പണ്ട് ജോൺ വെസ്ലിയുടെ കാലത്ത് ആത്മീയ ഉണർവുണ്ടായി, വലിയൊരു ഉണർവുണ്ടായി. ഉണർവുണ്ടാകുന്നതിന് മുൻപ് ജോൺ വെസ്ലി അമേരിക്കയിൽ പോയിരുന്നു. അമേരിക്കയിൽ പോയി അന്ന് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ കപ്പലിലിരുന്ന് കരയുകയാണ്. ഐ വെൻറ്റ് ടു അമേരിക്ക ടു കൺവേർട്ട് ദ ക്രിസ്ത്യൻസ് സർ, ബട്ട് ഹൂ വിൽ കൺവേർട്ട് മീ? എന്നെ ആര് മാനസാന്തരപ്പെടുത്തും? ഞാൻ അമേരിക്കയിൽ പോയത് അമേരിക്കയിലുള്ളവരെ, അവിടെയുള്ളവരെ അവിടെ മാനസാന്തരപ്പെടുത്താനാണ് ഞാൻ പോയത്. പക്ഷേ എന്നെ ആര് മാനസാന്തരപ്പെടുത്തും? കപ്പൽ മുഴുവൻ ഏങ്ങലടികളോടെ ഇരുന്നു. നാട്ടിൽ വന്നു, വെയിൽസിൽ വന്നു. അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹം തന്നെത്താൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ മാറ്റിയെടുക്കണമേ. തനിയായിരുന്നു പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ കൃപ പ്രാപിച്ച് ബന്ധങ്ങളിൽ അഴിഞ്ഞ് ആത്മാവിൽ തീജ്വാലയായി. പിന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ വെയിൽസിൽ ആത്മീയമുണ്ടായി. 6 മണിക്കാണ് യോഗം തുടങ്ങുന്നതെങ്കിൽ 4 മണിയാകുമ്പോഴേക്കും അവിടെ ഹോൾ നിറയുന്ന ആൾ നിറഞ്ഞു കഴിയും. അതുകൊണ്ട് 4 മണിക്ക് മുൻപ് തന്നെ ആളുകൾ വരും അകത്ത് സ്ഥലം കിട്ടാൻ.
ഇങ്ങനെ ഭാഗങ്ങൾ വായിച്ച് അത്ഭുതപ്പെട്ടു. ആളുകൾ 4 മണിക്ക് മുമ്പേ വന്ന് അകത്ത് ഇരിപ്പുറപ്പിക്കും. പിന്നെ വരുന്നവരെല്ലാം പുള്ളിയിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യും. വലിയ ജനക്കൂട്ടങ്ങൾ കൂടി. വലിയ ആത്മീയ ഉണർവ് പകർന്നു. വലിയൊരു ആത്മീയ ഉണർവ്. അവിടെ ഉണർവ് പകർന്നപ്പോൾ ഇതുപോലുള്ള അത്ഭുത രോഗശാന്തിയൊന്നുമല്ല ഉണ്ടായത്. ആളുകൾ ഇരുന്ന് ഏങ്ങലടിക്കുകയായിരുന്നു, കരയുകയായിരുന്നു. അവനവൻ്റെ പാപത്തെ ഓർത്തുള്ള കരച്ചിൽ. ചിലർ എഴുന്നേറ്റ് ചെന്ന് വിരോധമുള്ളവൻ്റെ അടുത്ത് ചെന്ന് മാപ്പി ചോദിക്കുന്നു. ചിലർ ദ്രോഹം ചെയ്തതിനെക്കുറിച്ച് പരസ്യമായി ഏറ്റു പറയുന്നു. ചിലർക്ക് നഷ്ടം വരുന്നതിനെക്കുറിച്ച് പരസ്യമായി ഏറ്റു പറയുന്നു. വലിയൊരു ഉണർവോടെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, എന്തിന് നമ്മുടെ ഈ പ്രദേശത്തും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ 1973 ഇവിടെ അതുണ്ടായല്ലോ. അന്ന് വചനം കേൾക്കാനിരിക്കുന്നവരെല്ലാം കരയുകയാണ്. വചനം പറയുന്നവരും കരയുന്നു, വചനം കേൾക്കുന്നവരും കരയുന്നു. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവ് തകർന്ന ഹൃദയം തരികയാണ്. ഹൃദയം തകർത്തു തരുന്നു. പരിശുദ്ധാത്മാവ് തകർന്ന ഹൃദയം തരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് നിൻ്റെ തിരുവചനം കേട്ട് എൻ്റെ ഉള്ളും തകരണമേ. എനിക്ക് പാവബോധം തരണമേ. എനിക്ക് എളിമ തരണമേ. നീ കുറ്റബോധം തരണമേ. ഞാൻ എത്ര നിസ്സാരനെന്ന് കാണാൻ എനിക്ക് കണ്ണുകാഴ്ച തരണമേ. ഞാൻ എത്ര അല്പനാണെന്ന് കാണാൻ എൻ്റെ കണ്ണുകാഴ്ച തരണമേ. കർത്താവേ, ഇന്ന് കാണുന്നതും നാളെ മറഞ്ഞു പോകുന്നതായി ആവിയാണ് ഞാനത് കാണാനുള്ള കണ്ണുകാഴ്ച തരണമേ. എൻ്റെ ജീവിതം എത്രയോ നിസ്സാരമാണെന്ന് കാണാനുള്ള കണ്ണുകാഴ്ച തരണമേ. കർത്താവേ, നീ മാത്രം അത്യുന്നതനായി ജീവിക്കുന്നു. നിൻ്റെ തിരക്തത്താൽ നീ എന്നെ വീണ്ടെടുത്തു. ഞാനൊന്നും തിരിച്ചറിയാത്തതിനെ പോലെ ഇത്രയും കാലം ജീവിച്ചു. ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിച്ചു, തോന്നിയതുപോലെ പറഞ്ഞു, തോന്നിയതുപോലെ പെരുമാറി, തോന്നിയതുപോലെ സംസാരിച്ചു. കർത്താവേ, പല പല തെറ്റുകൾ എനിക്ക് വന്നുപോയി. ദൈവമേ, പ്രകടമായ പാവങ്ങൾ വന്നുപോയി, അല്ല ചിലപ്പോൾ പ്രകടമല്ലാത്ത പാവങ്ങൾ വന്നുപോയി. കർത്താവേ, അനേകം പാവങ്ങൾ കൂടി ഞാൻ ഇതുവരെയും നടന്നു. ഞാൻ വചനം കേട്ടു, പക്ഷേ എനിക്കൊരു അനുതാപം വന്നില്ല, തകർച്ച വന്നില്ല, ഹൃദയം തകർന്നില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഓർക്കുന്നു. ആദ്യമായിട്ട് വചനം കേട്ട് 17-ാമത്തെ വയസ്സിൽ വചനം കേട്ടപ്പോൾ ഞാൻ പള്ളിയകത്തിരുന്ന് കരഞ്ഞു. സ്തോത്രം. ഞാൻ അന്ന് ഇവിടെ വന്നിട്ടും ഞാൻ കരയുകയായിരുന്നു. എന്തിനാണ് കരയുന്നത്? ദുഃഖത്തിലുള്ള കരച്ചിലല്ല, എൻ്റെ ഹൃദയം തകരുകയായിരുന്നു. എൻ്റെ നിരാശ പറ്റിയ ഹൃദയം തകർന്ന് പൊടിഞ്ഞ് അങ്ങ് ഇളകുകയായിരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കൂ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തകരണം. ഹൃദയം തകർന്ന് നിങ്ങൾ കരയണം. കർത്താവേ, തെറ്റുകൾ ഏറെ സംഭവിച്ചു പോയി, പാതകങ്ങൾ ഏറെ സംഭവിച്ചു പോയി, അനേകം കുറ്റങ്ങൾ ഞാൻ വീണുപോയി. ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ എത്തുവാനുള്ള യോഗ്യത എനിക്കില്ല. കർത്താവേ, ഞാൻ എൻ്റെ ഓരോ അവയവം കൊണ്ടും പാപം ചെയ്തു പോയി. എൻ്റെ കണ്ണ് അശുദ്ധമായതുകൊണ്ട് രസിച്ചു പോയി. എൻ്റെ കാത് ചീത്ത വാക്കുകൾ കേട്ട് രസിച്ചു പോയി, അതിലിങ്ങനെ കൂട്ടുകൂട്ടിപ്പോയി. എൻ്റെ നാവ് അരുതാത്ത വാക്കുകൾ പറഞ്ഞുപോയി. കർത്താവേ, എൻ്റെ ചിന്തയിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ നിരൂപണത്തിൽ, എൻ്റെ മനോരാജ്യത്തിൽ അനേകം പാവങ്ങൾ വന്നുപോയി. കർത്താവേ, നീ എന്നോട് ക്ഷമിക്കണമേ. ഒരു ദിവസം ഇതെല്ലാം വെളിപ്പെടുന്ന ദിവസം ഉണ്ടല്ലോ കർത്താവേ, ഞാനത് അറിയുന്നു. ന്യായവിസ്താര ദിവസത്തിൽ ഇതെല്ലാം വെളിപ്പെടുമല്ലോ. എന്ന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എവിടെ പോയി ഒളിക്കും? കർത്താവേ, ഞാൻ പിടിക്കപ്പെടുമല്ലോ. എൻ്റെ പാവങ്ങളെല്ലാം ഉറക്കെ വായിച്ച് കേൾപ്പിക്കുമല്ലോ. അത് ഞാൻ എന്ത് ചെയ്യും? ഇന്ന് എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്നവർ, കർത്താവേ, അവരും ഒന്നോടെ ഉണ്ടായിരിക്കും. അന്ന് അവർ അത്ഭുതത്തോടെ നോക്കും, ഈ മനുഷ്യനും പാവങ്ങളുടെ കൂട്ടത്തായിപ്പോയല്ലോ എന്ന്. കർത്താവേ, ആ അവസ്ഥ എനിക്ക് വരല്ലേ? ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഞാനും നിങ്ങളോട് വചനം പറയുന്നു, പക്ഷേ എൻ്റെ പേടി അതാണ്. നാം എല്ലാവരും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടും. അന്ന് എൻ്റെ നേരെ നോക്കിക്കൊണ്ട് നീ വചനം പ്രസംഗിച്ചു ശരി, പക്ഷേ നിൻ്റെ ജീവിതത്തിൽ ഇന്ന പാവങ്ങൾ മാറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അമ്പരപ്പിലായി പോവുകയില്ലേ? നിങ്ങളെല്ലാവരും എന്നെ നോക്കുമ്പോൾ ഞാൻ ലജ്ജിതനായി ഇറങ്ങിപ്പോകുന്നത് കാണേണ്ടി വരില്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ വെറുതെ പറയുന്ന വാക്കുകളല്ല. എൻ്റെ ഹൃദയത്തിൽ നോവുണ്ട്, എൻ്റെ ഹൃദയത്തിൽ വലിയ വേദനയുണ്ട്. കാരണം ഞാൻ ദൈവത്തിന് വചനം പറയുന്നു, നാളുകളായി വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ ആരോഗ്യം തന്നാൽ കൃപ തന്നു. എന്നാൽ ഞാനിപ്പോൾ ഭയപ്പെടുകയാണ്. കർത്താവേ, അന്ത്യനാളിൽ ഞാൻ തിരുമുമ്പാകെ വരുമ്പോൾ ഞാൻ പുറന്തള്ളപ്പെട്ടു പോകുമോ? കർത്താവേ, അത്ര ഗൗരവമുള്ളതാണല്ലോ ആത്മീയം, നിസ്സാരമല്ലല്ലോ. അന്ത്യനാളിൽ ന്യായവിസ്താര ദിവസത്തിൽ ഞാൻ തിരുമുമ്പാകെ വരുമ്പോൾ നീ മാറി നിൽക്കുക എന്ന് ഞാൻ കേൾക്കേണ്ടി വരുമോ? നീ ഇനി ഇവിടെ നിൽക്കണ്ട, നീ മാറി നിൽക്കുമെന്ന് ഞാൻ കേൾക്കേണ്ടി വരുമോ? കർത്താവേ, ദൈവത്തിന് സ്തോത്രം. നിന്നെ എനിക്ക് പരിചയമില്ല എന്ന് പറയുന്നത് ഞാൻ കേൾക്കേണ്ടി വരുമോ? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങൾ അറിയിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം തകരണം. നിങ്ങൾ പാപത്തെ ഓർത്ത് നെടുവീർപ്പെടണം. തെറ്റുകൾ സംഭവിച്ചു പോയി കർത്താവേ. ഈ ശരീരത്തെ മലിനപ്പെടുത്തി പോയി കർത്താവേ. മനസ്സ് മലിനപ്പെട്ടു പോയി കർത്താവേ. എൻ്റെ ജീവിതത്തിൽ അനേകം തെറ്റുകൾ സംഭവിച്ചു പോയി കർത്താവേ. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ കയ്യിലുള്ളതായ പൈസ കറയില്ലാത്തതാണോ? കറ തീർന്ന പൈസയാണോ കയ്യിലുള്ളത്? നിങ്ങൾ ചെലവഴിച്ച പൈസ കറയില്ലാത്തതാണോ? കറയില്ലാതെ ചെലവഴിച്ചോ?
ദൈവം പ്രസാദിക്കാത്ത കാര്യങ്ങൾ പൈസ ചെലവഴിച്ചോ? ചിന്തിച്ച് നോക്കണം. ചെലവഴിക്കുന്നതിലും വരവിൽ ഉണ്ടാക്കുന്നതിലും രണ്ടിലും പൈസയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഭദ്രത ഉണ്ടായിരുന്നുവോ? ഐക്യം ഉണ്ടായിരുന്നുവോ? ഭാര്യയുമായിട്ട് ഒരു ഇണക്കമായിരുന്നുവോ? മക്കളുമായിട്ടൊരു ഐക്യവും സ്നേഹവും ആയിരുന്നുവോ? മക്കൾ മാതാപിതാക്കളെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുന്നവരായിരുന്നുവോ? മാതാപിതാക്കൾക്ക് വിനയപ്പെടുകയും വിധേയപ്പെടുകയും ചെയ്യുന്നവരായിരുന്നുവോ? അനുസരണമുള്ള മക്കളായിരുന്നുവോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കരയേണ്ടത് ഈ ലോകത്തിൽ ദുഃഖങ്ങളെ ഓർത്തല്ല. സ്തോത്രം. ഇന്ന് കരയേണ്ടത് ഇവിടെ പൈസ ഇല്ല, കടമാണല്ലോ എന്നോർത്തല്ല. ഇന്ന് കരയേണ്ടത്, കർത്താവേ, എൻ്റെ പാപം ബഹുലമാകുന്നു, എൻ്റെ പാപം ഏറെയേറെയാകുന്നു, എനിക്ക് പരിഹാരം ചെയ്യാൻ മാർഗ്ഗമില്ല. കർത്താവേ, എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് ഒരു മാർഗ്ഗവുമില്ല. പ്രായശ്ചിത്തം ചെയ്യാൻ എൻ്റെ കയ്യിൽ വകയില്ല. കർത്താവേ, ഞാൻ വലിയൊരു കടക്കാരനായി തീരുമാനം നിൽക്കുകയാണ്. പാപത്തിൻ്റെ കടം, എൻ്റെ കടച്ചീട്ട് യേശുവേ, ഞാൻ നോക്കുമ്പോൾ ഞാൻ ഭയന്നു പോകുന്നു. ആ ചീട്ടിൽ എൻ്റെ ഓരോ സമയങ്ങളിലും പോയ പാപങ്ങൾ, കടങ്ങളെല്ലാം എഴുതി വച്ചിരിക്കുന്നു. കടച്ചീട്ട് കർത്താവേ, ഞാൻ ഇന്ന് ആശിക്കുന്നു, നിൻ്റെ ഉദരവചനം പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കടച്ചീട്ടെല്ലാം, എൻ്റെ അകൃത്യങ്ങളുടെ ലിസ്റ്റെല്ലാം നീ കുരിശിന്മേൽ തറയ്ക്കണമേ യേശുവേ. എന്നിട്ട് എന്നെ നീ മോചിപ്പിക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നെ നീ മോചിപ്പിക്കണമേ. എൻ്റെ കടച്ചീട്ടെല്ലാം കീറിക്കളയണമേ. എനിക്ക് നീ മോചനം തരണമേ. പിശാച് എന്നെ കാരാഗ്രഹത്തിലിട്ട് ഞെരിച്ചുകൊണ്ടിരിക്കുന്നു. ശത്രുവായി പൈശാചികൻ എന്നെ തടവറയാക്കിയിരിക്കുന്നു. അവൻ്റെ തടവറയിൽ ഞാൻ കിടന്ന് വീർപ്പുമുട്ടുന്നു. കർത്താവേ, ലോകത്തിൻ്റെ മാലിന്യങ്ങൾ എന്നെ ആസകലം മൂടി ഞാൻ വലഞ്ഞു പോകുന്നു. കർത്താവേ, ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയിരിക്കുന്നു. ലോക സുഖങ്ങളിലേക്കും ലോക സന്തോഷങ്ങളിലേക്കും ലോക മനുഷ്യരുടെ പ്രീതിയിലേക്കും ഞാൻ ഇറങ്ങിപ്പോയിരിക്കുന്നു. തെറ്റുകൾ ഏറെയാണ് വന്നിരിക്കുന്നത്. കർത്താവേ, നീ എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളിന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കരുത്. നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ഉണർവ് തരയണമേ. ആത്മാവിൻ്റെ ഉണർവ്. ആത്മാവ് മയങ്ങിക്കിടക്കുകയാണ്, ഉറങ്ങിക്കിടക്കുകയാണ്. ആകയാൽ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കുക. മരിച്ചവരുടെ കിടക്കുകയാണ്. മരിച്ചവരുടെ കൂടെ തന്നെയാണ്, മരിച്ചവരെ പോലെയാണ് കിടക്കുന്നത്, പക്ഷേ ഉറങ്ങിക്കിടക്കുകയാണ്. ഉണർന്നു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ചവറായി, പക്ഷേ ഉണർന്നു കൊള്ളുക. സഹോദരങ്ങളെ, ഇന്ന് എൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വാദിക്കും. നിങ്ങൾ കേട്ട് നിങ്ങൾ താഴുക, നിങ്ങൾ വിനയപ്പെടുക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. യേശുവാണ് നിങ്ങളുടെ അരികത്തോട് വരുന്നത്. യേശുവാണ് നിങ്ങളുടെ സമീപത്തോട് നടന്നുകൊണ്ടിരിക്കുന്നത്. യേശുവാണ് നിങ്ങളുടെ മേൽ തൻ്റെ കരം നിവർത്തുന്നത്. ഈ കരം നിവർത്തിക്കൊണ്ട് യേശു നിങ്ങളോട് പറയുന്നു, മോനെ, നീ ഇനിയും പാപത്തിലേക്ക് പോകണ്ട, നീ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോകണ്ട. മോളെ, നീ ഇനിയും ഭൗതിക സുഖങ്ങളിലേക്ക് പോകണ്ട. നീ ഇനിയും വഴക്കിലേക്കും വക്കാണത്തിലേക്കും പിണക്കത്തിലേക്കും പോകണ്ട. കുഞ്ഞെ, നീ ഇനിയും മത്സരിക്കേണ്ട. നീ ഇനിയും വാഗ്വാദം ചെയ്യണ്ട. നിൻ്റെ കുഴപ്പമുറിയിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകണ്ട. അവിടെ സ്നേഹം മാത്രമായിരിക്കട്ടെ. നിൻ്റെ ജീവിതം സ്നേഹപൂർണ്ണമായിരിക്കട്ടെ. സ്നേഹം മാത്രം. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ പല നഷ്ടങ്ങൾ വന്ന ആളുകളുണ്ട്. കടം വന്ന് കൂടിയവരുണ്ട്. പെരിയ കടം വന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, കടത്തിന് പരിഹാരം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയുണ്ട് പരിഹാരം? യേശു ക്രിസ്തുവിന് നിനക്കുള്ളതെല്ലാം യേശുവിന് കൊടുത്താൽ യേശു നിൻ്റെ കാര്യം ഏറ്റെടുക്കും. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായിട്ടാണ് പറയുന്നത്. നിൻ്റെ ജീവിതം യേശുവിന് കൊടുത്താൽ നീ ഒന്നും പിടിച്ചു വയ്ക്കരുത്. ഒന്നും പിടിച്ചു വയ്ക്കരുത്. ഇത് എൻ്റേതെന്ന് പറഞ്ഞ് നിൻ്റെ അഭിപ്രായപ്രകാരം ചെയ്യരുത്. യേശുവിന് നിന്നെ തന്നെ കൊടുക്കൂ. യേശുവിന് നിന്നെ തന്നെ വിട്ടുകൊടുക്കൂ. മുഴുവനായിട്ട് വിട്ടുകൊടുക്കൂ. നിൻ്റെ ജീവിതം മുഴുവൻ യേശുവിന് വിട്ടുകൊടുക്കൂ. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നെടുവീർപ്പിടൂ. എൻ്റെ കർത്താവേ, അഹങ്കാരത്തിൻ്റെ കാലങ്ങൾ, ദൈവം ധിക്കാരത്തിൻ്റെ കാലങ്ങൾ, ദൈവം മനുഷ്യരെ മാനിക്കാത്ത കാലങ്ങൾ, ആരെയും ഗവനിക്കാത്ത കാലങ്ങൾ, അവിവേകത്തിൻ്റെ കാലങ്ങൾ, അബദ്ധം പറ്റിയ കാലങ്ങൾ, എൻ്റെ കർത്താവേ, തെറ്റുകൾ ഏറെയേറെ സംഭവിച്ചു പോയി. എന്നാൽ അതെല്ലാം ക്ഷമിക്കാൻ കഴിയുമല്ലോ. ഭർത്താവിന് വിനയപ്പെടാത്തതായ കാലങ്ങൾ, ഭർത്താവിനോട് വൈരുദ്ധ്യം വെച്ചുകൊണ്ടിരുന്നതായ കാലങ്ങൾ, ഭർത്താവിനെ സ്നേഹിക്കാത്ത കാലങ്ങൾ, ഭർത്താവിനോട് വാഗ്വാദം ചെയ്തുകൊണ്ടിരുന്ന കാലങ്ങൾ, കർത്താവെ ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഭാര്യയെ വെറുത്ത കാലങ്ങൾ, ഭാര്യയെ വെറുത്ത അന്യ സ്ത്രീയിലേക്ക് മോഹം പോയ കാലങ്ങൾ എല്ലാം ഓർത്തോർത്ത് കരയൂ. പ്രിയപ്പെട്ടവരെ, കരയുവീൻ. നിങ്ങളുടെ ഹൃദയം തകരുവീൻ. ഓരോന്നോർത്ത് കരയുവീൻ. ആർക്കും ഇന്ന് നീതിമാനെന്ന് പറയാൻ അവകാശമില്ല. ആരും നീതിമാനില്ല, ഒരുത്തൻ പോലും ഇല്ല. എല്ലാവരും എഴുന്നേറ്റ് ഒരുപോലെ കൊഴുതാത്തരായി തീർന്നു. നന്മ ചെയ്യുന്നതിനില്ല, ഒരുത്തൻ പോലും ഇല്ല. ദൈവത്തിന് സ്തോത്രം. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയിൽ നിന്ന് ദുർഗന്ധം വരുന്നത് പോലെ തൊണ്ട വായു തുറന്നാൽ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദുർഗന്ധമുള്ളതാണ്. വാക്കുകൾ ശപിക്കുന്ന വാക്കുകൾ, പിരാകുന്ന വാക്കുകൾ, മറ്റുള്ളവരെ കളിയാക്കുന്ന വാക്കുകൾ, മറ്റുള്ളവർ ദുഷിക്കുന്ന വാക്കുകൾ, മറ്റുള്ളവരുടെ ദൂഷണം പറയുന്ന വാക്കുകൾ. കർത്താവേ, ഇതെല്ലാം എനിക്ക് സംഭവിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ടവർ ചതി പറയുന്ന നാവുകൾ. റോമർലേഖനം 3:10 വായിക്കാം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട
തുറന്ന ശവക്കുഴി, തുറന്ന ശവക്കുഴി. നാവുകൊണ്ട് അവർ ചതിക്കുന്നു, അതുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്. വിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേണ്ട്. വിഷം അധരങ്ങൾക്ക് കീഴേ, അധരങ്ങൾക്ക് കീഴേ സർപ്പത്തിൻ്റെ വിഷം. എന്ന് വെച്ചാൽ എന്താണ്? പറയുന്ന വാക്കുകളിൽ വിഷമുണ്ട്, ചതിയുണ്ട്. ആ വിഷം മറ്റുള്ളവരിലേക്ക് വിഷം കുത്തിവെക്കുന്ന വാക്കുകളാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് ചീത്ത ചിന്തിക്കാനുള്ള വരുന്ന വാക്കുകളാണ് പറയുന്നത്. നാവിൻ്റെ ഇടയിൽ വിഷം നിറഞ്ഞിരിക്കുന്നു. പിന്നെ അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. ശാപവും കയ്പുമാണ് വായിൽ. വാക്കുകളിൽ ശാപവും കയ്പും, പ്രാകുന്ന വാക്കുകൾ, ശപിക്കുന്ന വാക്കുകൾ. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. മറ്റുള്ളവരെ ഉപകാരം ചെയ്യേണ്ട കാലുകൾ ഉപദ്രവിക്കാൻ ബന്ധപ്പെട്ട് ഓടുന്നു. കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. വഴികളിലേക്ക് ഇതാ നാശവും അരിഷ്ടതയും വരും. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടില്ല. സമാധാനമില്ല, ആരോടും ഐക്യമില്ല, ആരോടും സമാധാനമില്ല. ഉള്ളിൽ ചില കീർപ്പുകൾ എപ്പോഴും നിൽക്കുന്നു. ചില ചെറിയ ഇഷ്ടക്കുറവുകൾ, ചില വിഷച്ചിലുകൾ. സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടേയില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ദൈവഭയമില്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥയാണെന്ന്. ദൈവഭയമില്ല. അനേകർക്കും ദൈവഭയമില്ല. ദൈവഭയം. ഒരു ദൈവം കാണുന്നുണ്ട്, എല്ലാം വെളിപ്പെടുന്നൊരു ദിവസമുണ്ട്. ഒരു ദൈവം കാണുന്നുണ്ട്, എല്ലാം തിരുസന്നിധിയിൽ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട്. എല്ലാം ദൈവം കാണുന്നുണ്ട്, എല്ലാം എഴുതി വയ്ക്കുന്നുണ്ട്. ഒരു ദിവസം എല്ലാം ഉറക്കെ വായിച്ച് കേൾപ്പിക്കും. എല്ലാം ഉറക്കെ വായിച്ച് കേൾപ്പിക്കും. അത് ഞാൻ എന്ത് പറയും? സ്തോത്രം. എന്ത് ചെയ്യും ഞാൻ? എന്ത് ചെയ്യും? ഉത്തരം മുട്ടിപ്പോയി എന്നാണ് വേദവസം പറയുന്നത്. ഉത്തരം മുട്ടിപ്പോയി. പറയാൻ വാക്കില്ല, മറുപടിയില്ല. ഉത്തരം മുട്ടിപ്പോകും പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് കേൾക്കുന്നത്, ഇവനെ കയ്യും കാല് കെട്ടി ഏറ്റവുമുള്ള പുറത്തുള്ള ഇരുട്ടിലേക്ക് തലകളവീനോടെ കരച്ചിലും ബലിയുടെയും ഉണ്ടാകും. ഉത്തരം മുട്ടിപ്പോകുമ്പോൾ അടുത്ത് യജമാനൻ പറയുന്ന വാക്ക് ഇതാണ്: ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് എറിഞ്ഞു കളയുവീൻ. അവിടെ കരച്ചിലും ബലിയുടെയും ഉണ്ടാകും. സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു നാമം മുഖത്തുപെട്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം, പാപത്തോടെ യാത്ര പറയാം. അതിന് നാളത്തേക്ക് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ യേശുവിൽ ചാരിയാണ് ഞാൻ ഇരിക്കുന്നത്. യേശുവിൻ്റെ സ്നേഹത്തിൽ ആശ്രയിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. യേശുവിൻ്റെ ആ കൃപയുടെ തണലിലാണ് ഞാൻ ഇരിക്കുന്നത്. യേശുവിൻ്റെ തൃക്കരനെ തലോട് ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. യേശുവിൻ്റെ തൃക്കരനെ നാവിൽ തൊട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ, കർത്താവേ, യെശയ്യാവിൻ്റെ അധരത്തിൽ തൊട്ട തീക്കനൽ ഈ സാധുവായ മനുഷ്യൻ്റെ അധരത്തിൽ തുടരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവിൻ്റെ അധരത്തിൽ തൊട്ട തീക്കനൽ ഈ സാധുവായ മനുഷ്യൻ്റെ അധരത്തിന്മേൽ തുടരണമേ. തീയുടെ ശബ്ദം ഇന്ന് ജനം കേൾക്കുമാറാകണമേ. തീയുടെ സന്ദേശം ജനം കേൾക്കുമാറാകണമേ. ഇതാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്നെ നീ മാറ്റി നിർത്തൂ യേശുവേ, നീ എൻ്റെ പിറകിലേക്ക് മാറ്റി നിർത്തൂ. നീ നിന്ന് നിൻ്റെ ജനത്തോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശാപങ്ങൾ, ബന്ധനങ്ങൾ, ബാധകളെല്ലാം ഓരോരുത്തരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കോപാവേശം കൊണ്ട് അലറുന്ന ആളുകളുണ്ട്. എത്ര പറഞ്ഞാലും പിന്നെയും കോപിച്ചു പോകുന്ന ആളുകളുണ്ട്. എത്ര തീരുമാനമെടുത്താലും പിന്നെയും കോപിച്ചു പോകുന്നു. അതൊരു പൈശാചിക ശക്തിയാണ് കോപിപ്പിക്കുന്നത്, അറിയുന്നില്ല. പൈശാചിക ശക്തിയാണ് കോപം തരുന്നത്. പ്രിയപ്പെട്ടവരെ, പൈശാചിക ശക്തിയാണ് അശുദ്ധിയിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്നത്. പൈശാചിക ശക്തിയാണ് തിന്മയിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്നത്. പൈശാചിക ശക്തിയാണ് നിങ്ങൾക്ക് അരിശം ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് അശുദ്ധി ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് വികാരത്തിൽ വിക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നത്, ഹൃദയത്തിൽ മനസ്തോഭം ഉണ്ടാക്കുന്നതെല്ലാം പൈശാചിക തന്ത്രങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടാക്കുന്നത്, പകയുണ്ടാക്കുന്നത്, വിദ്വേഷം ഉണ്ടാക്കുന്നത്, പരിഭവം ഉണ്ടാക്കുന്നത് എല്ലാം പിശാചിൻ്റെ കണികളാണ്. ഇതെല്ലാം സാത്താൻ വയ്ക്കുന്ന കണികളാണ്. കണികളിൽ ഇനി കുടുങ്ങരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണികളിൽ നിന്ന് പുറത്തു വരികയും. ദൈവത്തിന് സ്തോത്രം. യഹോവേ, നിന്റെ നാമത്തെ ഞാൻ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. കാരാഗ്രഹത്തിൽ ആത്മാവ് പെട്ടിരിക്കുകയാണ്. ജയിലറയിൽ കിടന്ന് വീർമുട്ടുകയാണ്. ആത്മാവ് പൈശാചികൻ്റെ ജയിലറയിൽ കിടക്കുകയാണ്. സാത്താൻ ജയിലറയിൽ കിടക്കുന്ന ആത്മാവിനെ പുറത്ത് കൊണ്ടുവരണമേ എന്നാണ് പ്രാർത്ഥിക്കുക. യഹോവേ, നിൻ്റെ നാമത്തെ ഞാൻ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആത്മാവ് പുറത്തു വരട്ടെ. ദൈവത്തിന് സ്തോത്രം. പുറത്തു വരുമ്പോൾ എന്ത് നടക്കും? സ്തോത്രം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് സ്തുതി ഉണ്ടാകുന്നത്, അപ്പോഴാണ് സ്തോത്രം ഉണ്ടാകുന്നത്, അപ്പോഴാണ് ആത്മാവിൻ്റെ തീജ്വാല ആളിപ്പടരുന്നത്, അപ്പോഴാണ് ആത്മാവിൻ്റെ ആരാധന ഉയരുന്നത്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്ക് വേണമോ ഈ ആത്മാവിൻ്റെ ആരാധന? നിങ്ങൾക്ക് വേണമോ ഈ സ്തോത്രത്തിന് നിർഘോഷം? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വേണമോ ഈ സ്തോത്രത്തിൻ്റെ സ്വരം? നിങ്ങൾക്ക് വേണമോ ഈ സ്തോത്രത്തിൻ്റെ ശക്തി? നിങ്ങൾക്ക് വേണമോ? ആത്മാവിൻ്റെ സ്വരം പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തോട് പറയുവിൻ, കർത്താവേ, എൻ്റെ മേലുള്ള ബന്ധനങ്ങളെ അഴിക്കണമേ. പറയൂ, യേശുവേ, എൻ്റെ മേലുള്ള ചങ്ങലക്കെട്ടുകളെ അഴിക്കണമേ.
ഹല്ലേലൂയ. പത്രോസിൻ്റെ കൈമേൽ ചങ്ങലയുണ്ടായിരുന്നു, പത്രോസിൻ്റെ കാൽമേൽ ചങ്ങലയുണ്ടായിരുന്നു. അത് കർത്താവേ ദൈവദൂതൻ നിന്ന് അഴിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നു. എൻ്റെ കർത്താവേ, ഇന്ന് ഈ ഉള്ളവൻ്റെ കാലിലും കൈകളിലും മാത്രമല്ല ശരീരത്തിലെ പല ഭാഗങ്ങളിൽ ചങ്ങലയുണ്ട് കർത്താവേ. എല്ലാം അഴിച്ചു മാറ്റണമേ. ചങ്ങലക്കെട്ടുകൾ തകർക്കണമേ കർത്താവേ. എൻ്റെ സ്വാർത്ഥതകൾ തകർക്കണമേ, അഹങ്കാരം തകർക്കണമേ, എൻ്റെ തന്നിഷ്ടം തകർക്കണമേ, എൻ്റെ സ്വയം തകർക്കണമേ. എൻ്റെ കർത്താവേ, എനിക്ക് എന്നിൽ തന്നെയുള്ള മതിപ്പ് തകർത്ത് കളയണമേ. യേശുവേ, എൻ്റെ ഉള്ളത്തിലേക്ക് ഇപ്പോൾ നീ രാജാവായി എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, എൻ്റെ രാജാവായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ യേശുവേ, എൻ്റെ പാവങ്ങൾ ഓർക്കല്ലേ, കണക്കിടല്ലേ. എൻ്റെ യേശുവേ, എൻ്റെ പാവങ്ങളൊന്നും കണക്കിടല്ലേ. അകൃത്യങ്ങളുടെ കടച്ചിട്ടെല്ലാം കീറിക്കളയണമേ. അകൃത്യങ്ങളുടെ കടച്ചിട്ടെല്ലാം കുരിശിൽ തറയ്ക്കണമേ. കർത്താവേ, ഞാനിതാ ഒരു പുതിയ മനുഷ്യനായി വെളിയിൽ വരട്ടെ കർത്താവേ. പുതിയ മനുഷ്യനായി, ഉയർത്തെഴുന്നേറ്റ മനുഷ്യനായി, ആ പഴയ മനുഷ്യനല്ല, ഉയർത്തെഴുന്നേറ്റ മനുഷ്യനായി ഞാൻ പുറത്തോട്ട് വരട്ടെ കർത്താവേ. അതിനായി എൻ്റെ മേൽ നിൻ്റെ ശക്തി പകരണമേ. ആത്മാവിൻ്റെ കൃപ പകരണമേ. ആത്മാവേ, എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, പറന്നു വരണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, ജനത്തിന്മേൽ ആവസിക്കണമേ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, വഴികളുടെ മനസ്സറിഞ്ഞതിനായി സ്തോത്രം. പാവക്കരകൾ കഴുകുന്ന തിരരക്തത്തിൻ്റെ അത്ഭുത ശക്തിക്കായി സ്തോത്രം. ഗോകുലത്താൽ ചിന്തിയ തിരരക്തം ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, അവിടുത്തെ കൃപയും കരുണയും ഞങ്ങളുടെ മോൾ ഇന്ന് അവിടുന്ന് പ്രദർശിപ്പിച്ചതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളിന്ന് മാറിപ്പോകരുത് കർത്താവേ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. വീടിന് രക്ഷ തരണമേ, വീട്ടിൽ സമാധാനം ഉണ്ടാകണമേ. കുടുംബങ്ങൾക്ക് രക്ഷ തരണമേ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമേ. എൻ്റെ കർത്താവ്, യുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. യുവാക്കന്മാർ മാനസാന്തരപ്പെടണമേ. എൻ്റെ കരുണയുള്ള കർത്താവ്, യുവാക്കന്മാർ യേശുവിനെ കണ്ടെത്താൻ ഇടയാക്കണമേ കർത്താവേ. കുടുംബസമാധാനം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.